ഇന്ത്യയുടെ മഹാവിജയവും ജെഡിയുടെ വൻ തിരിച്ചുവരവും ബീഹാറിൽ കാണുമ്പോൾ വീണ്ടും അവിടെ ഒരു നിതീഷ് രാജിനുള്ള കളമൊരുങ്ങുകയാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ എന്ന പേര് കാലങ്ങൾ കൊണ്ട് കുത്തിവെക്കപ്പെട്ടതാണ്. നിതീഷ് മുഖ്യമന്ത്രിയായിരുന്ന കാലം ഒരുമിച്ച് കൂട്ടിയാൽ ഏകദേശം 20 വർഷത്തോളം വരും. ബീഹാറിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവും നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ പറഞ്ഞിരുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ട്രംപ് കാർഡ് നിതീഷ് കുമാറാണെന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കൂടി നിതീഷ് കുമാർ മറികടന്നിരിക്കുന്നു. റിപ്പോർട്ട് കാണാം. ജനവിധി എന്തുതന്നെയായാലും നിതീഷ് കുമാറിന് ഇക്കാലം കൊണ്ട് ബീഹാറിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ മറ്റാരെക്കാളും സമർത്ഥമായി സാധിച്ചു എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. വിവാദങ്ങൾക്കോ ആരോപണങ്ങൾക്കോ കാലുമാറലുകൾക്കോ എണ്ണമൊന്നും ഇല്ലായിരുന്നെങ്കിലും തുടർച്ചയായി വിജയമുറപ്പിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചു. उसके बाद इस तरह से हुआ है, तब इस बार फिर जो मौका मिला है, तो इस मौका के बाद आगे अब उन लोगों के लिए कोई गुंजाइश नहीं रहेगा, वो सब खत्म हो जाएगा. 9 തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 2004-ലാണ്. അതിനുശേഷം ഓരോ തവണയും മുഖ്യമന്ത്രിയായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായാണ്. 2024-ൽ MLA-ആയി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷിന് 2030 വരെ കാലാവധിയുണ്ട്. നിരന്തരം മുന്നണികൾ മാറുന്ന നിതീഷ് കുമാറിന് സ്ഥിരതയില്ല എന്ന വിമർശനം സ്ഥിരമാണ്. ലാലു പ്രസാദ് യാദവും നിതീഷും ആദ്യം ജനതാദളിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ലാലുവിന്റെ മേൽക്കോയ്മയിൽ അസംതൃപ്തനായി 1994-ൽ സാമന്ത പാർട്ടി രൂപീകരിച്ചു. 1996-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി BJPയുമായി സഖ്യത്തിലേർപ്പെട്ടു. നളന്ദയിൽ നിന്ന് നിതീഷ് പാർലമെന്റിലേക്ക് ജയിച്ചു. വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി. 2000-ൽ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി. എന്നാൽ 7 ദിവസത്തിനുള്ളിൽ സർക്കാർ വീണു. രണ്ടായി പിളർന്ന ജനതാദളിലെ ഒരു വിഭാഗം സമന്ത പാർട്ടിയുമായി ചേർന്നാണ് 2003-ൽ JDU രൂപീകരിക്കുന്നത്. 2005-ൽ NDAയുടെ ഭാഗമായി വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി. 2014 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തു. 2014-ലാണ് ആദ്യമായി നിതീഷ് കുമാർ BJPയുമായി ഉടക്കുന്നത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് NDA വിട്ടു. 2015-ൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ബീഹാർ മുഖ്യമന്ത്രിയായി. 2017-ൽ വീണ്ടും NDAയിൽ. 2022-ൽ വീണ്ടും മഹാസഖ്യത്തിനൊപ്പം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീണ്ടും NDAയുടെ ഭാഗമായി. എത്ര തവണ ഏതൊക്കെ സഖ്യത്തിന്റെ ഭാഗമായാലും ഒടുവിൽ ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കും എന്ന ആത്മവിശ്വാസം നിതീഷിനുണ്ട്. പിന്നാക്ക സമുദായങ്ങളുടെ വോട്ടുറപ്പിക്കാൻ എന്നും നിതീഷിന് സാധിച്ചിരുന്നു. കുർമി വിഭാഗത്തിൽ ജനിച്ച നിതീഷ് കുമാർ OBC വോട്ടുകൾ പിടിക്കുമെന്ന പ്രതീക്ഷ BJPക്കുണ്ടായിരുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തുവന്നിരിക്കുന്നു. എന്താകും നിതീഷിന്റെ അടുത്ത നീക്കമെന്നറിയാൻ കാത്തിരിക്കാം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.